ഡ്രാക്കുള എന്ന പേരിൽ ഒരു യഥാർത്ഥ മനുഷ്യനുണ്ടായിരുന്നു. റൊമാനിയയിലെ വെലാച്ചിയ രാജവംശത്തിലെ വ്ലാദ് നാലാമനായിരുന്നു അത്. വ്ലാദിൻ്റെ മറ്റൊരു പേരായിരുന്നു ഡ്രാക്കുള. അദ്ദേഹം ചോര കുടിച്ചാണ് തൻ്റെ യൗവനം നിലനിർത്തിയിരുന്നത് എന്ന കഥ പ്രചരിച്ചിരുന്നു. മരണത്തോടെ വ്ലാദിനെക്കുറിച്ചുള്ള കഥകൾ നിറം ചേർത്ത് പ്രചരിക്കാൻ തുടങ്ങി. ആ മധ്യകാല പ്രഭുവിൻ്റെ കഥയെ അതിവിദഗ്ധമായി കൂട്ടിയിണക്കിയാണ് ബ്രാം സ്റ്റോക്കർ ഡ്രാക്കുള എന്ന നോവൽ സൃഷ്ടിച്ചത്. റൊമാനിയയിലെ കാർപ്പാത്യൻ മലനിരയിലെ കോട്ടയിലാണ് ഡ്രാക്കുള താമസിച്ചിരുന്നത്. ചോര കുടിക്കുകയും ഇരകളെ തൻ്റെ ചോര കുടിപ്പിച്ച് രക്തരക്ഷസാക്കുകയും ചെയ്യുന്ന ഭീകരൻ. പകൽ ശവപ്പെട്ടിയിൽ മൃതനിദ്രയിലായിരിക്കുകയും രാത്രി അയാൾ ഉണർന്ന് കോട്ടമതിലിലൂടെ താഴേക്കിറങ്ങി ചുടുചോര തിരഞ്ഞു പോവുകയും ചെയ്യുന്നു. ഭീതി വിതറുന്ന കഥയുടെ ഒടുക്കം ജോനാഥനും സുഹൃത്തുക്കളും ചേർന്ന് ഡ്രാക്കുളയുടെ നെഞ്ചിൽ കുരിശ് അടിച്ചിറക്കി അയാളെ നിത്യനിദ്രയിലേക്ക് പറഞ്ഞയക്കുന്നു. വായനയുടെ ചരിത്രത്തിൽ അത്ഭുതങ്ങളിലൊന്നാണ് 1897 രചിക്കപ്പെട്ട ഡ്രാക്കുള.